ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണം. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഒത്തിരി മക്കളുടെ പേരുകളൊന്നും ഇപ്പം ഒത്തിരി പറയുന്നില്ല. ഒരു മകനും പുതുതായിട്ട് ദിവാകരൻ, ആ മകനും പറഞ്ഞു എല്ലാ അമ്മയും നന്നായി എല്ലാവർക്കും മനസ്സിലാകുന്നതൊക്കെയാണല്ലോ പറയുന്നതെന്ന്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. അതാണ് എനിക്കും അറിഞ്ഞൂടാത്ത, എനിക്ക് അങ്ങനെയൊക്കെ പ്രോത്സാഹനം തരുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് എന്താ പറയാനാ, എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതും അർത്ഥം കളത്ര ഗൃഹ പുത്രാദിജാലമതും ഒക്കെ ത്വതർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ തൃക്കാക്കൽ വീണു ഹരിനാരായണായ നമ. ഹരനും വിരിഞ്ചനുമിതമരാധിനായകനും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ. അറിവായ് മുതൽ കരളിലൊരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമ. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. ഇതു കേൾക്കതാൻ ഇതൊരു മൊഴി താൻ പഠിപ്പവനും പതിയാഭവാം ബുദ്ധിയിൽ നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഇവിടെ നമ്മൾ അജാമിള മോക്ഷം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലദൂതന്മാരുടെ കൂടെ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്, ഇദ്ദേഹം ചെയ്ത പാപം എന്താണ്, അതെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ മോചിപ്പിച്ചിട്ട് കയറക്കെട്ട് കെട്ടിയേക്കല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ എന്താ സംഭവിച്ചാൽ അതെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്ത കുറ്റവും കുറവും പറഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ കാര്യകാരണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ദുഷ്ടനായിരുന്നു, പാപിയാണ് ഇദ്ദേഹം, മുൻപ് ഇതെല്ലാ കർമ്മങ്ങളും നന്നായി ചെയ്ത അഗ്രഗുരുവൽഭവൻ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവനായിരുന്നു, ഈ സ്ത്രീയെ കണ്ടതും കേട്ടതും മൊത്തവും പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോൾ നാരായണദൂതന്മാരുടെ ഈ കാലദൂതന്മാരും ചോദിക്കും, നിങ്ങളെന്താ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നത്, ഇദ്ദേഹം ഇങ്ങനെയുള്ള ദുഷ്ടനായിട്ട് ഇത്രയും ചിത്തകാരുണ്യമായിട്ട് നിങ്ങളെന്തിനായി ഈ വിഷ്ണുദൂതന്മാർ ഈ പാപിയെടുക്ക വരാനുള്ള കാരണം അവരും ചോദിച്ചു. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഇങ്ങോട്ട് വായിക്കാം. ഇങ്ങനെയുള്ള മഹാപാപി തന്നെ ചാരത്തു ഉടനിങ്ങെഴുന്നള്ളുവാനുള്ള കാരണം നേരെ അരുൾ ചെയ്യുക വേണമേ. ഇങ്ങനെ കാലദൂതന്മാരും ചോദിക്കുന്നു, നിങ്ങളെന്താ ഇവിടേക്ക് വന്നത്? കാലദൂതാവലി ചൊന്നതു കേട്ടു തൽക്കാലേ ചിരിച്ചു നാരായണ ദൂതന്മാരും അത് കേട്ട് ചിരിച്ചിട്ട് പറയുന്നു, പാരാതെ കണ്ടരുൾ ചെയ്തു സുഹൃതികളാരുമില്ലിങ് ഇവനൊത്തവരൂഴിയിൽ. ഈ ഭൂമിയിൽ, ഊഴി ഭൂമിയാണ്, ഈ ഭൂമിയിൽ ഇവനെപ്പോലെ സുഹൃത്തുക്കൾ ഇവനോടൊത്തതുപോലെ ആരുമില്ല. നേരെ വിചാരിച്ചു കാൺമിൻ, നിങ്ങൾ നേരെ ഒന്ന് വിചാരിച്ചു നോക്കൂ, കാണൂ. തനയന്, അതായത് ഇദ്ദേഹത്തിൻ്റെ മകൻ, ഈ അജാമിളൻ്റെ മകന് നാരായണേതി നാമം വിധിച്ചപ്പോഴേ
അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇവൻ്റെ മകന് തനയെന്ന് വെച്ചാൽ മകന് നാരായണ എന്നുള്ള നാമം വിധിച്ചു, അങ്ങനെ പേരിട്ടു. വേറെ അതുകൊണ്ട് വിധിച്ചപ്പോഴേ, അപ്പോൾ അങ്ങനെ പേരിട്ടപ്പോഴേ തന്നെ വേറായി ചമഞ്ഞത് ഇവനുടെ പാതകം. അതുകൊണ്ട് പിന്നെ ദോഷങ്ങളെല്ലാം മാറിപ്പോയി, വേറായി പോയി. 100,000 ജന്മം ആർജിച്ചതൊക്കെയും കാലവശം ഗമിപ്പാൻ തുടങ്ങും ക്ഷണകാലേ തിരുനാമം. ഒന്നറിയാതെ താൻ പാരിൽ ഒരുവൻ ജപിക്കിൽ അവനുടെ ഘോര മഹാപാപമൊക്കെ നീങ്ങിയിടുന്നു. അതുകൊണ്ട് ഇവൻ്റെ പാപമൊത്തവും പോയി. എന്താ? തിരുനാമം ഒന്ന് അറിയാതെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇവൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരു പേരിട്ടതുകൊണ്ട് ആ കുട്ടിക്കാലമൊക്കെ ഒരു ദിവസം ഒരു 100 വട്ടം ആയിരിക്കത്തില്ല. എടാ നാരായണ നീ ഇങ്ങോട്ട് വാ, അത് ചെയ്യ് ഇത് എന്നൊക്കെ കുഞ്ഞുനാൾ തൊട്ട് ഒരു 10-40 വയസ്സിന് പുറത്ത് കാണും. ഇപ്പം ഇദ്ദേഹത്തിന് 88ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ കാലദൂതന്മാർ വന്നത്. അപ്പോൾ ഒരു 30 വയസ്സിൽ ഈ പെണ്ണുമ്പിള്ളയെ കിട്ടുന്ന കുട്ടിക്കോ, എന്നാലും 88ൻ്റെ കൂടെ അപ്പോൾ 58 വയസ്സോളം ഈ മകന്, അല്ലെങ്കിൽ ഒരു 40-45 വയസ്സെങ്കിലും കാണാതിരിക്കുന്നത്. അപ്പം വലിയൊരു മകനായി. ഇത്രയോ തവണ ഈ നാരായണ എന്നുള്ള മന്ത്രം ഈ തന്ത വിളിച്ചു കാണും. അതുകൊണ്ടാണ് ഇവനെപ്പോലെ ഊഴിയിൽ മറ്റാരുമില്ല സുഹൃത്തുക്കളായിട്ട്. ഇവൻ്റെ പാപമെല്ലാം അങ്ങനെ പോയി. പാരിൽ ഒരുവൻ ജപിക്കില്ല. അവൻ ഇപ്പോൾ കാലേ തിരുനാമം, ഭഗവാന്റെ തിരുനാമം ഒന്നറിയാതെയെങ്കിലും പാരിൽ ഒരുവൻ ജപിക്കിൽ അവനുടെ ഘോര മഹാപാപമൊക്കെ നീങ്ങിടുന്നു. പേരായിരമുള്ളവൻ തിരുനാമങ്ങൾ ഓരോന്നിനുള്ള ഫലങ്ങൾ ചൊല്ലിടുവാൻ മാരാരിയും വശമല്ലാഞ്ഞു സന്തതം നാരായണീതി ജപിച്ചിരുന്നിടുന്നു. ഭഗവാൻ പോലും പരമേശ്വരൻ പോലും വശമല്ല, സന്തതം എപ്പോഴും നാരായണീതി ജപിച്ചിരുന്നിടുന്നു. അതാണ് പേരായിരമുള്ളവൻ്റെ തിരുനാമങ്ങൾ ഓരോന്നിനുള്ള ഫലങ്ങൾ ചൊല്ലിടുവാൻ മാരാരിക്ക് പോലും വശമല്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എപ്പോഴും നാരായണ എന്ന് പതിച്ചിരിക്കുന്നു. ആരാ? പരമേശ്വരൻ പോലും. നാവാലതു ബലാലൊന്നു ചൊല്ലിയിടുകിൽ പാവനമായി ചമയും ജഡമൊക്കമേ. നമ്മുടെ ശരീരമാകുന്ന ഈ ജഡം, ഈശ്വരജ്ഞാനം ഉള്ളിലില്ലെങ്കിൽ, ഈശ്വരൻ്റെ ചൈതന്യം ഉള്ളിലില്ലെങ്കിൽ അത് ജഡമാണ്. ശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു തിളക്കോ എന്തോ പറയുക, അതിന് ഒരു ചൈതന്യമില്ലാത്തതിനെ ജഡമെന്നല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഈ ബലാലൊന്ന് ചൊല്ലിയിടുകിൽ എന്ത് വരും? പാവനമായി വരും നമ്മുടെ ശരീരം. ഈ ജഡമായി പോകില്ലെങ്കിൽ, അല്ലെങ്കിൽ ജഡമൊക്കെ ആയി പോകുന്നത് അതെല്ലാം പാപവും തീർന്ന് പാവനമായി വരും ശരീരമൊക്കവേ. നാരായണാഖ്യ 4 അക്ഷരം ആയതിൽ ഓരോന്നിലുള്ള ഫലങ്ങൾ ചിന്തിക്കിലോ. വേദജപങ്ങളും യാഗകർമ്മങ്ങളും പാതിക്കു പാതി പരിഹാരമല്ലെന്ന് ചൊല്ലുന്നതിങ്ങനെയുള്ള നാമം. അപ്പോൾ നമുക്ക് വേദജപങ്ങളോ യാഗകർമ്മങ്ങളോ നമ്മൾ എന്തെല്ലാം പുണ്യകർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുക, അതൊക്കെ നല്ലത് തന്നെ, എല്ലാം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. പക്ഷേ നാരായണ എന്നുള്ള നാമജപം നമ്മുടെ കലിയുഗത്തിൽ കീർത്തനം കലിയുക എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തോ പറയുന്നത്, നമുക്ക് ഓരോ യുഗത്തിലും ഓരോ പറഞ്ഞിട്ടുണ്ട്. കൃതയുഗത്തിൽ ഇന്നത്, ദ്വാപരയുഗത്തിൽ ഇന്നത്, ത്രേതായുഗത്തിൽ ഇന്നത്, കലിയുഗത്തിൽ അർച്ചന, കലിയുഗത്തിൽ കീർത്തനം. ഇങ്ങനെ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യൻസ് അത് മനസ്സിലാക്കിയിട്ടാണ് അവർ പ്രാർത്ഥന, എല്ലാം ഈശ്വര മക്കളല്ലേ, എല്ലാം നമ്മൾ ഇവിടെ രണ്ടെന്നുള്ള ഒരിക്കലും ആരും ചിന്തിച്ചു പോലും കൂടാ. അത് മഹാപാപമാണ്. സർവ്വതും ഈശ്വരനെ മാത്രം, ഏകമായ ദൈവവും ദൈവത്തിൻ്റെ ഏകമാകുന്ന എല്ലാ മക്കളും ഭഗവാന്റെയാണ്. അവിടെ പിന്നെ മതമോ വല്ലതും ഉണ്ടോ? എല്ലാം തുല്യമല്ലേ. അങ്ങനെ തുല്യമായിട്ട് കണ്ടല്ലേ നമ്മുടെ ഹൃദയവും നന്നായി വെടുപ്പാവുകയുള്ളൂ. അജ്ഞാനം മാറണം. അജ്ഞാനം അഴുക്കാണ്. അഴുക്ക് മാറാതെ ഹൃദയശുദ്ധി ഉണ്ടാകത്തില്ല. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പരമാത്മാവിന് വസിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വേദജപങ്ങളും യാഗകർമ്മങ്ങളും പാതിക്ക് പാതി പോലും പരിഹാരമല്ല നമ്മുടെ പാപം മാറാൻ. ഭഗവാന്റെ നാമങ്ങൾ തന്നെ. അതല്ലയോ യേശു കർത്താവ് പറയുന്ന, പിതാവ് എന്നിലും ഞാൻ പിതാവിലും. യേശു കർത്താവിനെ പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, യേശു കർത്താവിൻ്റെ വഴിയാണ് നമ്മൾ നോക്കിയെടുക്കേണ്ടത്. ആ വഴി പരമാത്മയിലേക്ക്, പിതാവിലേക്കുള്ള വഴിയാണ്. അതാണ് അവിടെ ജയം ഉണ്ടാകുന്നത്. നമ്മളും എന്ത് ചെയ്യണം? കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആരെ ചിന്തിക്കണം? കൃഷ്ണൻ പോലും പറയുന്നത് എന്നിലൂടെ എന്ന് പറയുന്നത് പരമാത്മാവാണ് ഭഗവാൻ നാരായണൻ കൃഷ്ണൻ. അപ്പോൾ ആ പരമാത്മാവിലേക്കാണ് ചെല്ലേണ്ടുന്നത്.
അല്ലാതെ ദേവകി അമ്മയുടെയും വസുദേവരുടെയും മകനായിട്ടല്ല ചിന്തിക്കേണ്ടുന്നത്. പരമാത്മാവായ പരബ്രഹ്മമൂർത്തി നിർഗുണനായ ആ ഭഗവാനെ തന്നെയാണ് നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ. വെറുതെ അല്ലാതെ ദേവകിയുടെ മകനായി അവിടെ ദ്വാരകയിൽ വസിച്ച ഒരു സാധാരണ ഒരു മനുഷ്യപുത്രനല്ല. അങ്ങനെ ചിന്തിച്ചാൽ മോക്ഷമില്ല. അവിടെ ഭഗവാൻ നാരായണനെയാണ് ചിന്തിക്കേണ്ടത്. പരമാത്മാവായ നിർഗുണമൂർത്തിയായിരിക്കുന്ന ഈശ്വരന് രൂപമില്ല, നാമമില്ല. ഈ കണ്ട 1000 നാമങ്ങളെല്ലാം നമ്മളിലെല്ലാം ഉള്ള നാമങ്ങളാണ്. അതാണ് നാരായണ ഗോവിന്ദ എന്നൊക്കെ പരമാത്മാവിനും ആ ഒരു നാരായണ എന്നുള്ള വിട്ടേക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം. കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ, യേശു കർത്താവേ എന്ന് വിളിക്കുമ്പോൾ പിതാവിനെ ഉൾക്കൊള്ളുന്നു. കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മളും പിതാവ് ഓങ്കാരപ്പൊരുളിനെ നമ്മൾ കാണണം. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. കൃഷ്ണനെന്നോ പരമാത്മാവ് രണ്ടില്ല. കൃഷ്ണനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൃഷ്ണനെ ചിന്തിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ അവതരിച്ച എല്ലാ ദൈവങ്ങളെയും നമ്മൾ ചിന്തിക്കും, മുരുകനൊന്ന് വേറെ, കൃഷ്ണനൊന്ന് വേറെ, മഹാവിഷ്ണു ഒന്ന് വേറെ, ഇങ്ങനെ ആയിപ്പോകത്തില്ലേ? അപ്പോൾ ഏക പരബ്രഹ്മമേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണ എന്ന് വിളിച്ചാലും അമ്മയെ ദേവി എന്ന് വിളിച്ചാലും ആ പരബ്രഹ്മത്തെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നാരായണാന്നും ഗോവിന്ദാന്നും ശ്രീരാമാന്നും ബലരാമാന്നും എന്ത് ചിന്തിച്ചാലും നമുക്ക് പരമാത്മാവിനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. യഹോവ എന്ന് പറയുന്നതും ഓങ്കാരമായിരിക്കുന്ന പരബ്രഹ്മവും എല്ലാം തുല്യമാണ്. ആ ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. ഇതെല്ലാം ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്ന ഗുരുക്കന്മാരാകുന്നു. പരമാത്മാവ് ഒരു ഗുരുവായിട്ട് കൃഷ്ണനായിട്ട് വന്ന് നമ്മളെ പാഠം പഠിപ്പിക്കാൻ, പരമാത്മാവിൻ്റെ മകനായിട്ട് ദൈവപുത്രനായിട്ട് വന്ന് യേശു കർത്താവ് ജനങ്ങളെ നമ്മളെ പഠിപ്പിക്കാൻ. നമുക്ക് വേണമെങ്കിൽ പഠിച്ചോണം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ കൃഷ്ണൻ്റെ വചനം പഠിച്ചോണം. അങ്ങനെ നന്മ എടുത്തോണം. സാരം, സത്ത്, എവിടെയാണ് സത്തുള്ളത് അത് നമ്മൾ നോക്കി കണ്ടെടുക്കണം. അങ്ങനെ വേദജപങ്ങളും യാഗകർമ്മങ്ങളും പാതിക്കു പാതി പരിഹാരമല്ലെന്ന് ചൊല്ലുന്നത് ഇങ്ങനെയുള്ള നാമം ബലാൽ ഉള്ളഴിഞ്ഞാഹന്ത ചൊല്ലുകയാൽ അവൻ ഉള്ളഴിഞ്ഞ് നാരായണ, അദ്ദേഹത്തിൻ്റെ മകനെയാണ് വിളിച്ചത്. പക്ഷെ അപ്പോഴത്തേക്കൊരു വെപ്രാളം ആയിരുന്നു. അഴിഞ്ഞാഹന്ത എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉള്ളിൽ തട്ടി. അതുകൊണ്ടാണ് അവിടെ ഭഗവാൻ കേട്ടത്. വെറുതെ വിളിച്ചാൽ കേൾക്കത്തില്ല. ഉള്ളഴിഞ്ഞാഹന്ത ചൊല്ലുകയാൽ കൽമഷമെല്ലാം അകന്നിതോ ശുദ്ധനായി. കൽമഷം വെച്ചാൽ എന്താണ്? പാപങ്ങളെല്ലാം പോയി. ആ ഉള്ളിലോട്ട് തട്ടിയുള്ള വിളിയായിരുന്നു. നാരായണ എനിക്ക് ആരുമില്ലേ എന്നൊരു വിളി വിളിക്കുമ്പോൾ അവിടെ മകനല്ല കേട്ടത്. മകൻ കേട്ടതും വന്നതുമില്ല. ഉള്ളഴിഞ്ഞാഹന്ത ചൊല്ലുകയാൽ കൽമഷമെല്ലാം അകന്നിതു ശുദ്ധനായി നിർമ്മലനായി ചമഞ്ഞിടിനാനേറ്റവും. അതുകൊണ്ട് ഇവൻ സുഹൃതികളാണെന്ന് പറഞ്ഞ് സത്യമല്ലേ? അവൻ നിർമ്മലനായി ചമഞ്ഞു. ദണ്ഡത്തിനിന്നിനി യോഗ്യനല്ലൊട്ടുമേ. ഇന്നവൻ ദണ്ഡനത്തിന്, നിങ്ങളുടെ ദണ്ഡത്തിൽ നിന്നും യോഗ്യനല്ല. അവൻ ശുദ്ധനായി തീർന്നു. ദണ്ഡിയോടങ്ങ് പോയി ചെന്ന് ചൊല്ലിയിടുവിൻ. നിങ്ങളുടെ യമരാജനടുത്ത് എന്ന് പറയൂ, ഞങ്ങൾ ഈ വണ്ണം പറഞ്ഞതെന്നുള്ളത് അങ്ങ് പിതൃപതിയോട് ചൊല്ലിയിടുവിൻ. നിങ്ങൾ ചൊന്നാൽ അവൻ അറിയും ദൃഢം. നിങ്ങൾ ചെന്ന് പറയുമ്പോൾ അവന് മനസ്സിലാകും. ഞങ്ങളെയും പരമാർത്ഥങ്ങളൊക്കെയും സർവജ്ഞനാം ധർമ്മരാജൻ അവസ്ഥകൾ സർവം ഗ്രഹിച്ച് ഊര ചെയ്യുന്ന വണ്ണമേ നിർവഹിപ്പിൻ. പിന്നെ നിങ്ങളെന്നാൽ അതും സർവൈക സമ്മതമായി വരും നിർണയം. നിങ്ങളിത് പറയുമ്പോൾ ധർമ്മരാജന് മനസ്സിലാവും. പിന്നെ നിങ്ങൾ സർവം ഗ്രഹിച്ച് ഊര ചെയ്യുന്ന വണ്ണമേ, ധർമ്മരാജൻ ഇതെല്ലാം ഗ്രഹിച്ചിട്ട് എന്തു പറയുന്നു പിന്നെ അതുപോലെ നിങ്ങൾ നിർവഹിപ്പിൻ. പിന്നെ നിങ്ങൾ എന്നാലത് സർവൈക സമ്മതമായി വരും നിർണയം. അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ അറിയാം. കാരണം എല്ലാം പരമാത്മാവ് തന്നെയാണല്ലോ ഇതൊക്കെ നടത്തുന്നതും നടത്തിക്കുക എല്ലാം. ഇത് പരമാത്മാവ് തന്നെയാണല്ലോ ഈ കാലനും എല്ലാം ആയിട്ട് വരുന്നതെല്ലാം. പിന്നെ എന്താ? സർവമേവം പരമാനന്ദശാലികൾ സർവേശ ഭൃത്യരരുൾ ചെയ്തു കേൾക്കയാൽ ഗർവം കലർന്ന യമഭടന്മാരുടൻ ദൈവഗതികൾ വിചാരിച്ചു മാനസേ. ലജ്ജയും പൂണ്ടു വക്രങ്ങളും കുമ്പിട്ട് ഇജ്ജനം ദുർജനം സജ്ജനനാം മതം നിശ്ചയിച്ചൊന്നും അറിയുകയില്ലായകയാൽ ദുശ്ചരിത്രങ്ങളും ദുർവചനങ്ങളും ചെയ്തു പോയെങ്കിൽ ക്ഷമിച്ചു കൊള്ളണമേ. കൈതവഹീനം ദയാവശന്മാർ ഞങ്ങൾ തെറ്റുകളെല്ലാം കയറിട്ട് കെട്ടിപ്പോയി, പിന്നെ എന്തെങ്കിലും പറഞ്ഞു പോയി, അടിക്കാൻ ഓങ്ങിപ്പോയി, ഇതെല്ലാം കൈതവഹീനം, നിങ്ങൾ ദയാവശന്മാരല്ലയോ. ദേവദൂതന്മാരെയോട് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചിട്ട് കാലദൂതന്മാർ ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട്
കൈതവഹീനം ദയാവശന്മാർ നിങ്ങൾ എന്നു പറഞ്ഞു തൊഴുത് അവർ നന്നായി അനുവാദവും കൊണ്ടു വാങ്ങിനാർ. അങ്ങനെ അവർ തൊഴുത് അവിടെ നിന്നു വാങ്ങിനാർ. ചെന്ന് പിതൃപതി തന്നോട് അജാമിളൻ തന്നു ദന്തങ്ങൾ ഉണർത്തിച്ചു കൊള്ളുവാൻ, അജാമിളൻ്റെ കാര്യങ്ങളൊക്കെ ഉണർത്തിച്ച് പറയാൻ വേണ്ടി പിതൃപതി വെച്ചാൽ ഈ യമരാജൻ അടുത്തുനിന്ന് പറയാനായിട്ട് ഉണർത്തിച്ചു കൊള്ളുവാൻ, ഞാൻ ഇനി മുമ്പിലെന്നവരേ വരും. അവർ 3-4 കാലദൂതന്മാരാണല്ലോ വന്നത്. അവർ ലജ്ജിച്ചും നാണിച്ചും ക്ഷമിക്കാനൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ലജ്ജയുണ്ട്, കാരണം കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. ഇവർ ആട്ടി പുറത്താക്കിയതുമൊക്കെ അവർക്ക് ഒരു ലജ്ജ തോന്നിക്കുന്നു. കാരണം ഇവർ തെറ്റല്ലേ ചെയ്തതെന്നുള്ള ഒരു നാണക്കേടലാടായിട്ട് ഞാനിനി മുമ്പേ എന്ന് പറഞ്ഞ് 4 പേരുടെ മത്സരിച്ച് ഓടുക. നാണം കെട്ട് യമരാജൻ്റെ അടുക്കലേക്ക് ഞാനിനി മുമ്പിലെന്നവരെ ഇവർ മുമ്പേ ഓടുന്നു പെട്ടെന്ന്. എന്നിട്ട് പാഞ്ഞിടിനാർ. സംയമനി നോക്കി ദ്രുത. അവർ ഇങ്ങനെ നാണിച്ച് തലയൊക്കെ താത്തിട്ട് ഇങ്ങനെ ക്ഷമയൊക്കെ പറഞ്ഞിട്ട് ഞാനിനി മുമ്പിലെന്നവർ ഏവരും പാഞ്ഞിടിനാർ. പാഞ്ഞു പോയി. അപ്പോഴത് അന്തക കിങ്കരന്മാരടുത്ത് കിങ്കരന്മാരടുത്തുൾപ്പേടി ചേർത്തു ബന്ധിച്ച ബന്ധങ്ങളും പെട്ടെന്നഴിച്ചു രക്ഷിച്ചു ജഗൽപതിക്കിഷ്ട സാരൂപ്യവാന്മാർ മകുടങ്ങളും. അതായത് ഈ വിഷ്ണുദൂതന്മാർ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ, അദ്ദേഹം പേടിച്ച് പറിച്ച് കിടക്കുമല്ലോ. ഇവിടെ എല്ലാത്ര നടന്നെങ്കിലും അദ്ദേഹത്തിനോട് ആശ്വാസമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. വിഷ്ണുദൂതന്മാർ ഈ കാലദൂതന്മാരോടല്ലേ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ. അങ്ങനെ ബന്ധിച്ച ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് അഴിച്ചു ഈ ദൂതന്മാർ, നമ്മുടെ വിഷ്ണുദൂതന്മാർ രക്ഷിച്ചു ജഗൽപതി ഭഗവാൻ. അങ്ങനെ ഈ വിഷ്ണുദൂതന്മാരെ കണ്ടാൽ ഭഗവാനെ പോലെ തന്നെ, അതാണ് ഇങ്ങനെ പെട്ടെന്ന് അഴിച്ചു രക്ഷിച്ചു ജഗൽപതിക്കിഷ്ട സാരൂപ്യവാന്മാർ. അങ്ങനെ ഭഗവാനെ പോലെ ഇരിക്കുന്ന അവർ മകുടങ്ങളും, ഭഗവാൻ എങ്ങനെയാണ് ആഭരണങ്ങളെല്ലാം അതുപോലെ മകുടങ്ങളും മുക്താളകങ്ങളും ഊർധ്വപുണ്ഡ്രങ്ങളും സിഗ്ധ കടാക്ഷവിലാസാനനങ്ങളും ചാരുമകര മഹാമണികുണ്ടല പ്രേരിത നിർമ്മല ഗണ്ഡസ്ഥലങ്ങളും ഗ്രീവാസു ശോഭകളും കൗസ്തുഭങ്ങളും ശ്രീവത്സ വക്ഷസുകൾ തൃക്കരങ്ങളും ശംഖചക്രാബ്ജഗദാദ്യായുധങ്ങളും പങ്കജ സംഭവനാഭി സരോജവും പീതാംബരങ്ങളും പാദഭുജങ്ങളും പൂതപുരാതന പുണ്യാകൃതികളും പ്രീതി പൊഴിഞ്ഞ മുഖകമലങ്ങളും. സന്തോഷമായിരിക്കുന്ന മുഖകമലങ്ങൾ, പ്രീതി പൊഴിഞ്ഞ് ഭീതി ഒഴിയുന്ന വാണിമേളങ്ങളും. അതായത് ഈ അജാമിളന് ഇതത്രയും കണ്ടും വാണി അവരുടെ വാക്കുകളും മേളങ്ങളും എല്ലാം കാണുമ്പോൾ ആ പ്രീതി പൊഴിഞ്ഞ മുഖകമലങ്ങളും എല്ലാം കണ്ടപ്പോൾ ഭീതി ഒഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഭയമെല്ലാം പോകുന്ന രീതിയിലാണ് ഇവിടെ അവർ വാണി, അവരുടെ വാക്കുകളും അതിൻ്റെ മേളങ്ങളും അതെല്ലാം കണ്ട് അജാമിളൻ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇതെല്ലാം സമാധാനമൊക്കെ വരത്തുള്ളൂ. ഭീതി ഒഴികുന്ന വാണിമേളങ്ങളും കണ്ടു തിരുനാമ മാഹാത്മ്യവും കേട്ടുകൊണ്ടകമേ. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അജാമിളൻ എന്ത് വന്നു, ഈ മഹാത്മ്യമെല്ലാം കേട്ടു, ഈ ഭഗവാനെ പുകഴ്ത്തുന്നതും എല്ലാം അങ്ങനെ വാണി മേളങ്ങളെല്ലാം ആ ദേവദൂതന്മാരെല്ലാം നന്നായി അതെല്ലാം കേൾപ്പിച്ചു. എന്നിട്ട് എന്ത് വന്ന് കേട്ടപ്പോൾ അകമേ ആരുടെ അജാമിളൻ്റെ ഉള്ളിനകത്ത് വളർന്നു. എന്താ വളർന്ന്? അത്രമാത്രം സന്തോഷവും ഭക്തിയും എല്ലാം വിസ്മയമായി. അകമൊക്കെ അങ്ങ് വികസിച്ചു. താമരമൊട്ട് വിടർന്നാൽ എങ്ങനെയായിരിക്കും വിടർന്ന്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളം നന്നായി വികസിച്ചു വളർന്നു. അവിടെ വിസ്മയാൽ, അപ്പോൾ ഭയമൊക്കെ പോയില്ലേ. അതുകൊണ്ട് അവരിതെല്ലാം അങ്ങനെ ചെയ്തു. എന്നിട്ട് അന്നേരം അയാൾ ഓർക്കുക, പണ്ടു താൻ ചെയ്ത മഹാദുരിതങ്ങളും ഇണ്ടൽ കലർന്നതിനുള്ള ഫലങ്ങളും. അയാൾ അപ്പോൾ ചിന്തിക്കുന്നു, എന്താ ചിന്തിക്കുന്നത്? ദുരിതങ്ങൾ ചെയ്തു പോയി. അയാൾ ഈ സ്ത്രീയെയും കൊണ്ട് പോയതിന് ശേഷം ഉണ്ടാകുന്ന ദുരിതങ്ങൾ, ഈ ദുരിതങ്ങളെല്ലാം അയാൾ ഓർത്തു. എന്താ ഓർക്കുന്ന? പണ്ട് ചെയ്ത മഹാദുരിതങ്ങളും ഇണ്ടൽ കലർന്നതിനുള്ള ഫലങ്ങളും, അതിൻ്റെ വിഷമിക്കേണ്ടുന്ന ഫലവും അയാൾക്ക് കിട്ടി. എന്നിട്ട് കൊണ്ടൽ നേർവർണ്ണൻ മഹിമ പ്രഭാവവും,
ഭഗവാന്റെ ഇപ്പോൾ കണ്ട ആ പ്രഭാവം എങ്ങനെ കണ്ടു? ഈ ദൈവദൂതന്മാർ, ഭഗവാന്റെ ദൂതന്മാർ വന്ന് അവിടെ ഭഗവാനെ പോലെ സാരൂപ്യമായ 3-4 പേരാണല്ലോ. അവരെല്ലാം ഭക്തന്മാർ, അവരുടെ ഭഗവത് നാമങ്ങളും വർണ്ണനങ്ങളും ഇതെല്ലാം കണ്ട് അപ്പോൾ ഭഗവാന്റെ മഹിമ കണ്ടു, ആ പ്രഭാവം വന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്തിനാ? ഉള്ളിൽ ആ ഭഗവാന്റെ പ്രഭാവം വരാനാ. അത് വരുന്നോരെ നാമം ചൊല്ലിക്കോണം. വന്നില്ലെങ്കിൽ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചോണം. അപ്പോൾ കിട്ടും. ഭഗവാൻ എന്താ എൻ്റെ ഉള്ളിൽ, ഭഗവാന്റെ കൃപ വരാത്ത എന്താ, എനിക്ക് ആ പ്രഭാവം എന്താ ഉണ്ടാകാത്ത? ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രഭ നമുക്ക് ഉണ്ടാകുന്നത് വരെ. അല്ലാതെ ഈ ബലാൽ ചെന്ന് നാരായണ ജയ എന്ന് ഉറങ്ങുമല്ല ചെയ്യുന്നത്. അങ്ങനെ ഉറങ്ങരുത്. ഉറങ്ങി നാമം ചൊല്ലിട്ട് കാര്യമൊന്നും കിട്ടത്തില്ല. നമുക്ക് വേണമെന്നും പറഞ്ഞ് തന്നെ ഭഗവാന് നമുക്ക് അഭയം വേണം, നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണം എന്നുള്ളൊരു ആർത്തിയാണ്. അങ്ങനെ കൊണ്ടൽ നീർവർണ്ണൻ മഹിമ പ്രഭാവവും കണ്ട് ആനന്ദം ഉൾക്കൊണ്ട് സാമ്പ്രദം. അദ്ദേഹം കണ്ടോ, മുട്ടി പോലെ കിടന്ന ഒരാൾ, ആഹാരമൊന്നുമില്ലാതെ കഷ്ടപ്പെട്ടും ഒരു മുട്ടി ചുരുട്ടി കണക്കിരുന്ന ആൾ ഇപ്പം ഭഗവാന്റെ നാമജപങ്ങളൊക്കെ ആ ഭക്തദൂതന്മാർ വന്ന് ചൊല്ലി അതെല്ലാം പറഞ്ഞും കേട്ടും സന്തോഷിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളമെല്ലാം പ്രഭാവമായി കണ്ട് ആനന്ദമായി ഉൾക്കൊണ്ട്. ആരെങ്കിലും ചൊല്ലുന്ന കേട്ടാലും മതി, നന്നായി ഭക്തിയായിട്ട് ചൊല്ലുന്ന നാമങ്ങൾ കേട്ടാലും മതി, അതും അവിടെയും നിറയും. ഇപ്പോൾ ഇദ്ദേഹത്തിന് ചൊല്ലാൻ പറ്റുമോ? മുട്ടി പോലെ നടക്കുന്ന ആൾക്ക് അങ്ങനെ ചൊല്ലാൻ പറ്റുമോ? ആ ഭക്തന്മാരവിടെ ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളം നിറഞ്ഞു, മഹിമയായി, ഭഗവാന്റെ പ്രഭാവം വന്നു, മഹിമപ്രഭാവം വന്നു. അങ്ങനെ കണ്ട് ഈ ഭഗവാനെ പോലിരിക്കുന്ന സാരൂപ്യച്ച അദ്ദേഹത്തിന് ഭഗവാനെ പോലിരിക്കുന്ന ഭക്തന്മാരെയും കൂടെ കണ്ടപ്പോൾ കണ്ട് ആനന്ദം ഉണ്ടായി. ആനന്ദം ഉൾക്കൊണ്ട് സാമ്പ്രദം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നല്ലതെനിക്കിനി എന്തെന്ന് അവരോട് മെല്ലവേ ചോദിച്ചു കൊള്ളണമെന്നവൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പറയാനൊന്നും വയ്യെങ്കിലും അദ്ദേഹം ചിന്തിക്കുന്നു, ഈ ദൈവദൂതന്മാരോട് ചോദിക്കണം എനിക്ക് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയെല്ലാം കണ്ടപ്പോൾ ഹൃദയമൊക്കെ ഒന്ന് നന്നായി വികസിച്ച് സന്തോഷം ഉള്ളിലാകുമ്പോൾ മനസ്സിനൊരു സമാധാനം ഒന്ന് ചോദിക്കാമല്ലോ. മറ്റത് മനസ്സും തുറന്ന് ശരീരവും തുറന്ന് വല്ലാതെ കിടക്കൂലേ പേടിച്ച് വിറച്ച്. ഇപ്പോൾ അദ്ദേഹം തോന്നി എന്തെങ്കിലും ഇവരോട് ചോദിക്കാം. ഇനി ഞാൻ എന്താണ് നല്ലത്, എനിക്കിനി എന്താ ചെയ്യാനുള്ളത്, നന്മ എന്താ ചെയ്യാൻ, അതാ നല്ലത് എനിക്ക് ഇനി എന്തെന്ന് അവരോട് മെല്ലവേ ചോദിച്ചു കൊള്ളണം എന്നവൻ കല്യാണ ദേവതാ കാമുകൻ തന്നെയും ഉള്ളിൽ സ്മരിച്ചു. കല്യാണ ദേവതയുടെ കാമുകനായിരുന്ന ഭഗവാൻ നാരായണനെ സ്മരിച്ചു, ഓർത്ത് ഉറപ്പിച്ചു തൊഴുതിട്ട് ചോദിക്കാൻ വക്രപ്രപാടന ആരംഭകാലേ വാ തുറന്ന് നോട്ട് തുറന്നതേ ഉള്ളു. അപ്പോൾ മറ്റവരെന്ത് പറയും, നിനക്കത്ര അടുത്തതില്ലെന്നുടൻ അന്തരാ തത്ര മറഞ്ഞുകൊണ്ടു. അങ്ങനെ അയാൾ ചോദിക്കാൻ ഒരുങ്ങിയപ്പോൾ നിനക്ക് അത്ര അടുത്തതില്ല, ഇപ്പോഴേ കൊണ്ടുപോകാനുള്ള സമയമായിട്ടില്ല, ഇനി ഇദ്ദേഹം നന്നായി കുറച്ചുകൂടെ അധ്വാനിക്കാനുണ്ട്. എന്താ ലോകാധ്വാനമല്ല, ഈ ലൗകികമായ അധ്വാനമല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളം ഒരാളവിടെ നാമം ചൊല്ലിയപ്പോഴും ഇദ്ദേഹം ഇവരെ കണ്ടപ്പോഴൊന്നും ആനന്ദിച്ചെന്നല്ലാതെ അതവിടെ നിൽക്കുമോ? അവിടെ നിൽക്കണമെങ്കിൽ അങ്ങാരെ അതിനകത്ത് വേര് പതിയണം. ആ ഭഗവാന്റെ വേര് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞ് അവിടെ പിടിച്ചെടുക്കണം, എന്നാലേ പറ്റി. ഇതിപ്പം ആ ഭക്തന്മാർ ദൈവദൂതന്മാർ വന്ന് അവിടെ വാണികൾ നല്ല വാക്കുകളും മേളങ്ങളെല്ലാം കൊടുത്തപ്പോൾ അങ്ങാർക്ക് അത് വികസിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അവർ പോകുമ്പോൾ അത് അതുപോലെ അങ്ങ് പോകത്തില്ലേ? അദ്ദേഹം പ്രവർത്തിച്ച് നമ്മളൊരു ജോലി ചെയ്യുന്നു, തേങ്ങ തിരുവാൻ. ആദ്യം തേങ്ങ തിരുവുമ്പം നമുക്ക് പറ്റത്തില്ല, നമ്മൾ വീണ്ടും തിരുവും. അങ്ങനെ ഒരു 4-5 ദിവസം തിരുവുമ്പം അതിൻ്റെ വിളുമ്പ് മുമ്പേ തിരുവണം. അങ്ങനെ ചിലർ നടുക്കിട്ട് തിരുമുന്നവരുണ്ട്. വിളുമ്പുകൾ മുമ്പേ തിരുമിയാൽ വെട്ടി കണ്ടിച്ചണക്കിരിക്കും, നമുക്ക് ബാക്കി തേങ്ങ കൊണ്ട് വയ്ക്കാൻ. അതുപോലെ അത് പ്രയത്നിച്ചാണ് അങ്ങനെ ആക്കിയെടുക്കുന്നതല്ല, വന്ന വാക്കിന് കണാപണാന്നല്ല തിരുമേണ്ടുന്നത്. അതുപോലെ ഇദ്ദേഹം ഒരു ജോലി, അദ്ദേഹം നന്മ പ്രവർത്തിക്കാനുള്ള അത് അങ്ങാരെ ആർജിച്ചെടുത്ത് ഭഗവാന്റെ വേരിനി പതിച്ചെടുക്കണം. അതിന് വേണ്ടുന്ന കർമ്മമൊക്കെ ഉണ്ട് ചെയ്യാൻ. അതിന് അവർ പോയി. എന്താണ്, ഇദ്ദേഹം വക്രപ്രപാടനാരംഭകാലേ നിനക്ക് അത്ര അടുത്തതില്ല എന്ന് മറ്റവരും പറഞ്ഞ്. ഇദ്ദേഹം വാ കൊണ്ട് ഞാൻ ഇനി എനിക്ക് വേണ്ടുന്ന നന്മ പറഞ്ഞു തരൂ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ദേവദൂതന്മാർ ചോദിക്കാൻ വാ തുറന്നപ്പോൾ തന്നെ ആ ദേവദൂതന്മാർ പറയുന്നു, എന്താ പറയുന്നത്, നിനക്ക് അത്ര അടുത്തതില്ല എന്നുടൻ അന്തരാ തത്ര മറഞ്ഞതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വൈരാഗ്യവും ചിത്തയും മുഴുത്ത സന്താപവും ഭീതിയും കൂടെ കലർന്ന അഴകോട് മനക്കാമ്പിലൂടെ വിചാരം തുടങ്ങിനാണ് ഈ ദൃശ്യം.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അയ്യോ ചോദിക്കാനൊത്തില്ല, അവരങ്ങ് മറഞ്ഞു പോയല്ലോ, ഇദ്ദേഹത്തിനെ കൊണ്ടുപോകത്തില്ല, കാരണം ഇദ്ദേഹം അങ്ങനെ കൊണ്ടുപോയാൽ ഇദ്ദേഹം ഒന്നും ആയിട്ടില്ല, അയാൾ ദുഷ്കർമ്മം ചെയ്ത് കിടക്കുക. ആ ഒരു വിളിയോടുകൂടി അവർ വന്നതേ ഉള്ളൂ, മറ്റവരുടെ കയ്യിൽ നിന്ന് അഴിച്ചെടുത്തു, അവർ കൊണ്ടുപോയി അടിച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങിയതാ. അവിടെ നിന്ന് രക്ഷിപ്പിച്ചു. കാരണം പണ്ട് കുട്ടിനാളിൽ നല്ല കർമ്മങ്ങളൊക്കെ അല്പം ചെയ്ത ആളല്ലേ. അപ്പോൾ ഈ ഒരു വിളി കൂടെ ആയപ്പോഴത്തേക്ക് ഭഗവാൻ വിചാരിച്ചു ഇദ്ദേഹത്തിനെ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം, നന്നാവുമോ ഇല്ല, ചേട്ടൻ എങ്ങനെയാണെന്നല്ലോ ഒന്നുകൂടെ നമ്മൾ നോക്കും, കൊള്ളാമെങ്കിൽ നമുക്ക് എടുക്കാൻ, അല്ലെങ്കിൽ തള്ളിക്കളയാം എന്ന് ചിന്തിക്കും. അതുപോലെ അവർ ദൂതന്മാർ നിനക്ക് സമയമായിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ പോയി. ഇദ്ദേഹം വാ തുറന്ന് ഇനി എനിക്ക് എന്താ നന്മ ചെയ്യാനുള്ളത് ചോദിക്കാൻ ഒരുങ്ങിയതേ ഉള്ളൂ, പക്ഷെ നടന്നില്ല. അപ്പോഴേ അവർ മറഞ്ഞു. അങ്ങനെ മറഞ്ഞപ്പോൾ എന്ത് വന്നു? മനക്കാമ്പിലൂടെ വിചാരം തുടങ്ങിനാൻ ഈ ദൃശ്യം നമുക്ക് അവിടെ വരെ നിർത്താം. ചിത്തേ മുഴുത്ത സന്താപവും ഭീതിയും ഒക്കെ ഒരു വിഷമവും ഒക്കെ വന്നു. ഒത്തില്ലല്ലോ, ചോദിക്കാൻ ഒത്തില്ല. എന്തിനാ ചോദിക്കുന്നേ? ഈശ്വരനെ അറിയുന്നതിന് ആരും ചോദിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളല്ലേ ഭഗവാനെ ആരാധിക്കേണ്ടേ? നമ്മൾ അയ്യോ ഞാൻ ഇനി ഇനി എനിക്ക് പ്രാർത്ഥിക്കണോ, ഇനി ഞാൻ നല്ല കർമ്മം ചെയ്യണോ എന്നാണ് ചോദിച്ചിട്ടാണോ അത് ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടമല്ലേ നമുക്ക് എങ്ങനെ ആകണമെന്ന്. ഇനി ഈ ദുഷ്കർമ്മങ്ങളൊക്കെ നീങ്ങിക്കളഞ്ഞിട്ട് ഈശ്വരമാർഗത്തിലേക്ക്, പണ്ട് എങ്ങനെയായിരുന്നു അയാളുടെ കുടുംബത്ത് ബ്രാഹ്മണനായിട്ടിരുന്ന സമയത്ത്, അതുപോലെ അയാൾ നന്നാക്കി ജീവിച്ച് പഠിക്കട്ടെ. അതിന് ആരുടെ ചോദിച്ച് അനുവാദം വാങ്ങിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മറഞ്ഞത്. ഇദ്ദേഹം ചോദിക്കുമെന്നായപ്പോൾ അവർക്കറിയാം, ഈശ്വരദൂതന്മാർക്കറിയാം ഇദ്ദേഹം ചോദിക്കാൻ വാർക്കാൻ വരുന്നത് ഇതിനാണ്. അപ്പോഴേ അവർ മറഞ്ഞു. കാരണം ഇദ്ദേഹം പ്രയത്നിക്കണം, കരയണം, കിടന്ന് ചെയ്ത കർമ്മത്തിന് പശ്ചാത്താപിക്കണം, അല്ലാതൊന്നും നടക്കത്തില്ല. മാനസാന്തരപ്പെട്ട് അങ്ങ് ഈശ്വരനെ വിളിക്കണം, അഭയം. അതൊരാൾ പറഞ്ഞോട്ടല്ല ചെയ്യേണ്ടത്, അയാൾക്ക് വേണമെങ്കിൽ ചെയ്യണം, അതാണ് വേണ്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.